ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി വെട്ട് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളും അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെട്ട് കേക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ 2 മുട്ടക്ക് വെച്ചിട്ടാട്ടോ ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ടേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂണല്ല, അതിന് കുറച്ച് കുറവായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. മധുരമൊന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റവ വറുത്തതായാലും സാരിയില്ല, വറുക്കാത്തതായാലും സാരിയില്ല, ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ടെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണേ. പിന്നെ ഞാനിവിടെ മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിൽ 1 കപ്പ് അല്ലെങ്കിൽ 1/4 കപ്പിൽ കുറച്ച് കൂടുതൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏലക്ക ഒരു 2 ഏലക്ക അതിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇനി ഇതിലോട്ടേക്ക് മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. പൊടിക്കാതെ ഡയറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്കിത് അരച്ചെടുക്കാൻ എളുപ്പമാണ്. അല്ലെങ്കിൽ പഞ്ചസാര അലിഞ്ഞ് കിട്ടാൻ കുറച്ച് പണിയായിരിക്കും. അതുകൊണ്ട് 2 മുട്ട അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ ആ മൈദ മിക്സിലോട്ടേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഇതിലോട്ടേക്ക് ഗീ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഗീ എത്രത്തോളം ചേർത്ത് കൊടുക്കുന്ന അത്രത്തോളം ടേസ്റ്റാണ്. പിന്നെ അത് മാത്രമല്ല, ഈ പൗഡറിൽ ഈ പാൽപ്പൊടിയില്ലേ, പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെയും ചേർത്ത് ചെയ്തെടുത്താലും നല്ലതായിരിക്കും. അപ്പം പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ഒരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ നന്നായിരിക്കും. ഇനി ഗീ ആവശ്യത്തിന് ചേർത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഞങ്ങൾ ആ ഒരു മുട്ടയിൽ നിങ്ങൾ മൈദ നമുക്ക് ഡ്രൈ ആയി വരികയാണെങ്കിൽ കുറച്ച് പാൽ ചേർത്താൽ മതി. വെള്ളം ചേർത്ത് കൊടുക്കാതെ പാൽ ഒരു ടേബിൾ സ്പൂണോ 2 ടേബിൾ സ്പൂണോ എടുത്ത് വെക്കുക. എന്നിട്ട് കുറച്ച് ചേർത്തിട്ടൊന്ന് നമുക്കൊന്ന് മയത്തിൽ കുഴച്ചെടുക്കാൻ പാകത്തിൽ ഒന്ന് കുഴച്ചെടുക്കുന്ന വിധത്തിൽ വരെ പാൽ കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് തന്നെ 2 ടേബിൾ സ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ബാറ്റർ ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചായിട്ട് ചേർത്ത് എടുക്കുക. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ എടുത്തത് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടില്ല, അത് കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ ഞങ്ങൾ കൈ ഒന്ന് കഴുകിയിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല. അത് ശരിക്കും നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി ഗീ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കൈ ഒന്ന് കഴുകിയെടുത്തിട്ട് ഞാനിവിടെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1 മണിക്കൂറോളം അടച്ചു വെക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ ചെയ്തെടുക്കാം. പക്ഷേ ഞാനിവിടെ ഒരു 1 മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മേലിൽ ഗീയും കൂടി പരട്ടിയിട്ട് അടച്ചു വെക്കണം കേട്ടോ. അതിൻ്റെ വീഡിയോ കട്ടായി പോയതാണ്. ഞാൻ ഗീ ഒന്ന് പരട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇത് പരത്തിയെടുക്കൊന്നും വേണ്ട, കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ബോൾസ് ആക്കുക. എന്നിട്ട് ഒന്ന് കത്തി വെച്ചിട്ട് ഒരു കരയിട്ട് കൊടുക്കുക. ഇതുപോലെ ഒന്ന് കരയിട്ട് കൊടുത്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഷേപ്പാക്കി എടുക്കാം. ഇതെല്ലാം ആണെങ്കിൽ നിങ്ങൾ തട്ടുകടയിലൊക്കെ കാണുന്നില്ലേ, ആ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഞാൻ ഇതേപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പരത്തിയെടുക്കൊന്നും വേണ്ട, നമ്മൾ കയ്യിലൊരു ബോൾസ് ആക്കി എടുക്കുക, ഒന്ന് കട്ടാക്കി കൊടുക്കുക. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇതുപോലെ ബോൾസ് ആക്കുകയാണ്. എന്നിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലെ കരയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ആയത്തിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് അത് വിടർന്ന് കിട്ടുള്ളൂ. ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ ലോ ടു മീഡിയത്തിൽ വെച്ചിട്ട് ചെയ്യുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് പുറംഭാഗം നല്ലതുപോലെ ബ്രൗൺ കളറാവും, പക്ഷെ അകം വേവത്തില്ല. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് അകം പുറം ഒക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള വെട്ട് കേക്കായിരിക്കും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. 2 മുട്ടയിൽ വെച്ചിട്ട് നമുക്ക് നല്ലതുപോലെ നമുക്ക് വെട്ട് കേക്ക് കിട്ടും. ഒരു 28-29 എണ്ണം വരെ കിട്ടുന്നുണ്ടായിരുന്നു 2 മുട്ടയിൽ വെച്ചിട്ട്. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ആക്കിയിട്ട് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം. ഞാൻ ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് വരാം. അപ്പോൾ മൊത്തത്തിൽ ഞാനിവിടെ ഫ്രൈ ആക്കിയിട്ടുണ്ട്. അപ്പോൾ 28 എണ്ണമോളം എനിക്ക് കിട്ടിയിട്ടുണ്ട് 2 മുട്ടയിൽ വെച്ചിട്ട്. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ വിട്ടുപോകരുത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ്.